ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഒരാളിതാ കുളിച്ചിട്ട് ഉറങ്ങിയിട്ടൊന്നുമില്ല, ഇപ്പം നല്ല ഉറക്കമാണ്. ഇപ്പം എണീക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് വെറുതെ എൻ്റെ ഒരു ഇങ്ങനെ വീഡിയോ എടുക്കാൻ പറഞ്ഞതായിരുന്നു, അതുകൊണ്ട് അവൾ എടുത്തു തന്നതാണ്. അമ്മയും ഞാനും കുഞ്ഞുമാണ് പോകുന്നത്. അപ്പോൾ ഇവളുടെ പേരിലൊരു വഴിപാട് കഴിപ്പിക്കാനുണ്ട്. അപ്പോൾ അത് അന്നേ പറഞ്ഞതായിരുന്നു അമ്മ ഡെലിവറീൻ്റെ സമയത്ത്. അപ്പോൾ അന്ന് പോകുമ്പോൾ ഇവർക്ക് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ചോറ് കൊടുത്തിട്ടായിട്ട് ആ പായസം കുടിക്കാൻ പറ്റും, അരിയുടേത് അതുകൊണ്ട് ഇന്ന് പോകുന്നതാണ്. ഇന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു, ഇന്ന് തന്നെ പോവാന്ന്. നല്ല മഴയുണ്ട്, ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോവിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഓട്ടോയിലാണ് നമ്മൾ പോകുന്നത്. കുമ്പള അമ്പലത്തിലേക്കാണ് പോകുന്നത്, കുമ്പള ഗോപാലകൃഷ്ണ അമ്പലത്തിലേക്ക്. അപ്പോൾ ബാക്കി അവിടെ വെച്ചിട്ട് അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഇവളാണെങ്കിൽ അറിഞ്ഞിട്ടൊന്നുമില്ല, ഓട്ടോൻ്റെ സൗണ്ടിലൊന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ അമ്മ വഴിപാടിൻ്റെ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ്. ഇപ്പോൾ എൻ്റെ ഡെലിവറി സമയത്ത് ഈ ചേച്ചിയും അവിടെ അഡ്മിറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ടതായിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ആളൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ ഇവളുടെ ഫേസ് നോക്കാതെയാണ് കുറി ഇടാറ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അമ്പലത്തിൽ പോകുമ്പോഴും അവൾക്കിട്ട കുറി ഒരു സൈഡിലോട്ടായിരുന്നു. ഇപ്രാവശ്യവും അതുപോലെ തന്നെ ആയിട്ടുണ്ട്. ഇവൾ ഈ കാര്യമായിട്ട് നോക്കുന്നത് അവിടെ വെച്ചിട്ടുള്ള പഴമാണ്. ഇപ്പൊ പിന്നെയും പഴം അവിടെ നോക്കുന്നത് കണ്ടിട്ട് അവക്ക് പഴം കൊടുത്തു. അപ്പൊ ഇത് അടൂരിലത്തെ ആളാണ്. പാൽപ്പായസമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നിവിടെ കുറേ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചെറുതും വലുതും ആയിട്ട് കുറേ. അപ്പോൾ അവരൊക്കെ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മ വഴിപാടിൻ്റെ പ്രസാദം വാങ്ങാൻ പോയതാണ്. അപ്പോൾ ഇവക്ക് പഴം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇടയ്ക്ക് കൊടുക്കാറുമുണ്ട്, ഈ ചെറിയ പഴവും കൊടുക്കാറുണ്ട്.
അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ നിന്നതാണ്. അപ്പോൾ ആള് വലിയ ആളൊന്നുമില്ല, എന്നാലും കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ നല്ല അടിപൊളി സാമ്പാറും കറിയൊക്കെ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഫുഡ് കഴിച്ചിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇവക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സ്കൂളിലത്തെ പിള്ളേരൊക്കെ വന്നു. അപ്പോൾ നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ശ്രേയനെയും കണ്ടു. ശ്രേയൻ്റെ വീട് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവർ ഇവിടെ അല്ല, മാംഗ്ലൂരിലാണ് താമസം. അപ്പോൾ ഇത് അവളുടെ ഏട്ടനാണ്. അപ്പോൾ ഇവരെ കാണുമ്പോൾ ഇവൾ ആദ്യം കരഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കൊടുക്കുന്ന സമയത്ത്. അമ്മയാണെങ്കിൽ അറിയുന്ന ആരെങ്കിലും കിട്ടിയാൽ പിന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും, എത്ര വിളിച്ചാലും വരില്ല. അപ്പോൾ നമ്മൾ പോവുകയാണ്, അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ്. ഇവള് നിങ്ങളെ നോക്ക്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് എൻ്റെ മാമീൻ്റെ വീട്ടിലോട്ടാണ്. പപ്പേൻ്റെ അനിയത്തിൻ്റെ വീടാണിത്. അപ്പോൾ ഇത് അമ്പലത്തിൻ്റെ കുറച്ച് ഇപ്പുറം തന്നെയാണ് വീട്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് ഇവളിതാ കളിക്കുന്നുള്ളതാണ്. മിക്കി മൗസ് എടുത്തു. മിക്കി അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. ഇപ്പോൾ ടൗണിൽ പോകണം, ജസ്റ്റ് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ട്. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവും. അപ്പോൾ എൻ്റെ ഫോണിലാണെങ്കിൽ ചാർജ് കുറവാണ്. അപ്പോൾ ഇവിടെ ഇത്രയും സമയം നിൽക്കുമെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. വന്നിട്ട് ജസ്റ്റ് പോകുന്നതായിരിക്കും എന്ന് വിചാരിച്ചത്. അപ്പോൾ ചാർജ് കുറവാണ്, ചാർജർ എടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഇതാ കുറേ കിഴങ്ങുണ്ട്. അപ്പോൾ അത് വാങ്ങുവാണ് അമ്മ, കുറച്ചിങ്ങനെ പുഴുങ്ങി തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പോൾ നല്ല മഴയായിരുന്നു. കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ട് നമ്മൾ പെട്ടെന്ന് ഓട്ടോ കയറിയിട്ട് വന്നതായിരുന്നു. കുറേ സമയം അവിടെ മാർക്കറ്റിൽ തന്നെയായിരുന്നു, മഴ ആയതുകൊണ്ട് അവിടെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ ഇരുന്നിട്ടുണ്ടായത്. ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ഈ ഒരു ബലൂണ് പപ്പ ഇവക്ക് കെട്ടി കൊടുത്തതാണ്. അപ്പോൾ ഇതിൽ കുറച്ച് സമയം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവളുടെ ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിൽ അപ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, കുറച്ച് വീഡിയോസ് എടുത്തു. അപ്പോൾ ഇവൾ ഫോട്ടോക്കാണെങ്കിൽ ഇവളെന്താ ഒന്നും സ്മൈലൊന്നും ചെയ്യുന്നില്ല, ആൾക്കൊരു മൂഡില്ലാന്ന് തോന്നുന്നു ഫോട്ടോ എടുക്കാൻ. ഈ ഒരു ബാഗിൽ കുറച്ച് ചോക്ലേറ്റ്സൊക്കെ ഇട്ട് കൊടുത്തു. അതിങ്ങനെ പെറുക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നുള്ളതാണ്. അപ്പോൾ ഫോട്ടോസൊന്നും കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം എടുത്ത ആ ഒരു ഫോട്ടോ ബാക്ക്ഗ്രൗണ്ട് വലിയ കറക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഒന്നും കൂടി നല്ല രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് വൈറ്റ് പോലെയൊക്കെ, ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നല്ല അടിപൊളി വന്നേനെ ഫോട്ടോസ്. അപ്പോൾ ഇതൊക്കെയാണ് ഫോട്ടോസ്. ഇവൾ വലിയ ആറ്റിറ്റ്യൂഡ് ഇടുവാണ്. ബിസ്ക്കറ്റ് കയ്യിൽ കൊടുത്തതുകൊണ്ട് അത് ചെറിയ കഷ്ണം കടിച്ചിട്ടത് ചെറിയ ചിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യുക. ബായ്.